അത് അവരുടെ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ടാവും. ഒരു രൂപമൊക്കെ വരച്ചെടുത്തുകൊണ്ട് വരുന്നതിൻ്റെ അത് അവർ വളർത്തുന്ന ഒരുതരം ഭയങ്കര ഒരു കൃത്യതയും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ സത്യത്തിൽ ഇതിൻ്റെ ഒന്ന് മീനിങ് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ അങ്ങനെ ഒരു എക്സ്പ്രഷനാണത്. ശരിക്കും പറഞ്ഞാൽ ഒരു സറിയലിസ്റ്റ് പെയിൻറ്റിങ്സ് പൊതുവെ ഒരു എക്സ്പ്രഷൻ പോലെയാണ്. പക്ഷെ ഒരു മീനിങ് അന്വേഷിച്ച് പോവുക എന്ന് പറയുമ്പം നമുക്കതിൻ്റെ അതിൻ്റെ അകത്തൊന്നും കണ്ടെത്താൻ പറ്റില്ല. അത് നമ്മുടെ ഒരു തലച്ചോറിൻ്റെ ഒരു പ്രവർത്തനമാണ്. പക്ഷെ അതുകൊണ്ടാണ് പിക്കാസോ പറയുന്നത്, നിങ്ങൾ ഒരു സൺസെറ്റ് കാണുമ്പം നിങ്ങൾ അതിൻ്റെ എന്തർത്ഥമാണ് നിങ്ങളവിടെ അന്വേഷിക്കുന്നത് ചോദിക്കുന്നത്, എന്തർത്ഥത്തിനെയാണ് നിങ്ങളവിടെ കാണുന്നത്. നമ്മൾക്ക് ആ നിറങ്ങളും ആ ഒരു സമയത്തുള്ള ഒരു ഫീലല്ലേ നമ്മളെ അവിടെ ശരിക്കും നമുക്ക് നമ്മളെ കീഴടക്കുന്നത്. അതേപോലെയാണ് ഒരു സറിയലിസ്റ്റ് പെയിൻറ്റിങ് കാണുമ്പോഴും. പക്ഷെ അതെല്ലാം പുള്ളി അത് പൊളിറ്റിക്കലി, ദാലിയൊക്കെ പലപ്പോഴും പൊളിറ്റിക്കലി അതൊക്കെ കണക്ട് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ആളുകളും ആ പൊളിറ്റിക്സ് ഒന്നും അല്ല കാണുന്നതിൻ്റെ അകത്ത്. ആ ഒരു വർക്കിൻ്റെ ഒരു തരം നമ്മളെ അത്ഭുതപ്പെടുന്ന ഒരു ക്രാഫ്റ്റും സംഭവങ്ങളൊക്കെ ഇല്ല. അതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നത്. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഈ പൊളിറ്റിക്സ് നമ്മൾ പിന്നീട് വായിച്ച് ഇതിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് നമ്മൾ വായിച്ചും അറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. ആദ്യമേ അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ആ നിറങ്ങളിലും അവരുടെ പ്രയോഗങ്ങളും ആ രൂപങ്ങളുടെ നിൽപ്പുകളൊക്കെ തന്നെയാണല്ലേ. പിന്നെ ഇവരുടെ എല്ലാം ഒരു ഭയങ്കര മൗലികതയുണ്ട്. അവരെല്ലാം ഭയങ്കര ആരുടെ ഇൻസ്പിറേഷനിൽ നിന്നും വരുന്ന സംഭവങ്ങളല്ല. അത് അവരുടെ തന്നെ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന സംഭവങ്ങളായതുകൊണ്ട് ഭയങ്കര അത്രയും ഒരു യുണീക്കായിട്ടുള്ള സാധനം കാണാൻ ഒരു യുണീക്ക്നെസ് നമ്മളെ ഭയങ്കര അട്രാക്ട് ചെയ്യുന്നൊരു സംഭവമല്ലേ. ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും. അതെന്തായാലും ഒരു നോർമലായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഭയങ്കര അട്രാക്ട് ചെയ്യുന്നത്.